ഹലോ ഹായ് എവ്രിവൺ, ഇറ്റ്സ് മീ ആദിത്യ. വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ്. അസ്സലാമു അലൈക്കും. സോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥയാണിത്. രാവിലെ തന്നെ നല്ല മഴയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാണ്ടോ. ഗ്ലാസ്സൊക്കെ ഫുള്ള് നനഞ്ഞ് നല്ല മഴയാണ്, ഭയങ്കര തണുപ്പും. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? എന്താ അവിടുത്തെ അവസ്ഥ? കമൻറ്റ് ചെയ്യണേ. എന്തൊരു മഴയാ, സൂപ്പർ മഴ. പുന്നാരപ്പനന്തത്ത് ദൂരെ നെഞ്ചാണ്ട് ചെയ്യണ പഞ്ചാരപ്പനന്തത്ത് കൂടെ പൂവരശിൻ ചില്ലയുന്നിൽ. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പൊതുവേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡുകൾ കൊണ്ട് അവർക്ക് 1 മില്യൺ 2 മില്യൺ 3 മില്യൺ ഒക്കെ വ്യൂവേഴ്സ് വരും. അല്ലെങ്കിൽ ഒരു 500K 400K 100K 1000K അങ്ങനെയൊക്കെ വരും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലും വ്യൂ വളരെ കുറവാണ്. അപ്പം നമ്മളെപ്പോലുള്ള തുടക്കക്കാരെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തുടക്കക്കാരെന്ന് പറയുന്നില്ല, കാരണം 3 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് പോകെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടെയൊക്കെ എന്തോ ഉണ്ട്. എല്ലാവരും നല്ല പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കുക, മാത്രമല്ല പ്രതിരോധ ശക്തി കൂടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മഴ. രാവിലെ എണീറ്റപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു, പക്ഷേ കാറ് കയറിയതും അടിപൊളി മഴ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ നേരം മഴയും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. കുറേ നേരം ഒന്ന് ക്ഷമിക്കാൻ വേണ്ടി, അതൊന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡിൽ കാറ് നിർത്തിയിട്ട്, കാരണം മരങ്ങളൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ പണിയല്ലേ. അപ്പോൾ നമ്മളൊരു കാർ സൈഡിൽ നിർത്തിയിട്ട് പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴൊന്നും മഴ തോർന്നു, നല്ല വെയിലായി. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. എല്ലാ ദിവസത്തെ പോലെയും ഇന്നും എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ അവിടെ വന്നിരുന്നു. അപ്പം അവന് വേറെ വർക്കുണ്ടായിരുന്നു, അവൻ ആ വർക്കിന് പോയി. ഞാൻ ഇങ്ങോട്ടും വന്നു. അപ്പം എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവൻ്റെ അടുത്തോട്ട് തന്നെ പോകണം. എനിക്ക് ബസ് കയറിയിട്ട് വേണം അവൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി അവൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോയി, പിന്നെ അവൻ പോകുന്നൊരു വീടുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അവന് അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. നമ്മൾ ആ ഒരു വീട്ടിലോട്ട് പോയി. ആ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ വന്ന് ഇവരുമായിട്ട് നല്ല കമ്പനിയായി. ഇവിടുത്തെ അച്ചാച്ചനാണെങ്കിലും ഇവിടുത്തെ ചേച്ചിയാണെങ്കിലും ഇവിടുത്തെ 2 പിള്ളേരൊക്കെ ആണെങ്കിലും ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണ്. എപ്പോൾ ചെന്നാലും അവർ ചായയോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ തരും. അപ്പം നമ്മൾ രാവിലെ തന്നെയായിരുന്നു പോയി. രാവിലെ ഉച്ചയായിട്ടുള്ളൊരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ചായ ഇട്ട് തന്നു. നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പത്രവും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചേട്ടച്ചനെയോ ചേച്ചിയമ്മയോ ഒന്നും വിളിച്ചു പറയാൻ പറ്റില്ല. അവർ ഒരുപാട് പ്രാവശ്യം വിളിച്ച് നോക്കിയിട്ടുണ്ടാവും. എന്തായെന്ന് അറിയാൻ വേണ്ടി എപ്പോഴും വിളിക്കും. രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ വിളിക്കും. അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവർ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഫോൺ കുറേ നേരം കുത്തിയിട്ടതിന് ശേഷം ഞാൻ അവരെ വിളിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പുറത്ത് നല്ല കാറ്റാണ്, ഇടയ്ക്ക് നല്ല വെയിലുദിക്കും, വീണ്ടും എന്താ പറയുക, ഒരു മൂടൽ വരും, മഴക്കോലാവും, നല്ല കാറ്റടിക്കും, വീണ്ടും വെയിലുദിക്കും. ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, ഇനി വൈകുന്നേരം ചിലപ്പോൾ നല്ല മഴയായിരിക്കും. ഇനി ഒരു 5-6 ദിവസത്തേക്ക് ഭയങ്കര തണുപ്പ് കൂടുതലായിരിക്കുന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു SMS വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു SMS വന്നത്. അപ്പോൾ എല്ലാവരും അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇല്ലെങ്കിൽ പനി, തൊണ്ടവേദന, ശരീരവേദന അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രായം ചെന്നവർ ആരോഗ്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഇത്രയും പേരൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങളുടെ നാട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യം 1-2 പ്രാവശ്യം ചേട്ടനെ വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
കാരണം എന്തോ ബിസി ആയിട്ടായിരിക്കും, കാരണം അവിടെ ജോലിയാണല്ലോ, ഇപ്പോൾ ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ട് ബിസി ആയിരിക്കും. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് ടെൻഷൻ അടിക്കും, കുറേ ഇങ്ങോട്ട് വിളിച്ച് കാണും, അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ചേട്ടനെ വിളിച്ച് കിട്ടി. കാര്യം പറഞ്ഞു, രാവിലെ കറണ്ടില്ലായിരുന്നു, അതാണ് വിളിച്ചപ്പോൾ കിട്ടാതിരുന്നെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ എന്നോട് പറഞ്ഞ് കുറച്ചധികം തിരക്കാണ്, തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ പത്രം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ കാലത്ത് നമ്മുടെ നാട്ടുവിശേഷം മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പത്രം ജസ്റ്റ് ഒന്ന് വായിക്കുന്ന ശീലമുണ്ട്. അങ്ങനെ ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടായിരുന്നില്ല. മിക്കവാറും നമ്മൾ ഈ വീട്ടിൽ മിക്കവാറും പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് ഇവൻ്റെ കൂടെ വരുമ്പോഴൊക്കെ ഈ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഇവർ രാവിലെ പത്രം വരുത്തുന്നുണ്ട്. അപ്പം ഇവിടുന്ന് മിക്ക ദിവസങ്ങളിലും പത്രം വായിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് പത്രം വായിക്കും. കാരണം വായനാശീലം നല്ലതാണ്. നമുക്ക് അത് എന്താ പറയുക, നമുക്ക് കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയുമല്ലോ. അപ്പം വായനാശീലം നല്ലതാണ്. അപ്പം കുഞ്ഞിലൊന്നും വായിക്കാൻ അത്ര ഇഷ്ടമുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം പുസ്തകമൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിലും മലയാളത്തിൽ പത്രങ്ങളാണെങ്കിലും നോവൽസ് ആണെങ്കിലൊക്കെ വായിക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഈയിടെ അതിനോടൊരു ക്രേസ് തോന്നി. ഇംഗ്ലീഷിലെ സ്റ്റോറീസ് ഓൾറെഡി ഞാൻ വായിക്കുമായിരുന്നു. മലയാളം പുസ്തകം വായിക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ അതും കൂടെ അത്യാവശ്യമാണ് വായിക്കേണ്ടത്. അപ്പം ഞാൻ ഒരുപാട് പേരുടെ ജീവചരിത്രവും അങ്ങനെ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇരിക്കും ഇങ്ങനെ വായിക്കും. റാന്നിയിലൊരു ലൈബ്രറി ഉണ്ട്. അവിടെ നമുക്ക് ആധാർ കൊടുത്തു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ളതാണ്, ആധാർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബുക്ക് എടുത്ത് വായിക്കാം. അപ്പോൾ അവിടെ നിന്നും പുസ്തകം എടുത്ത് വായിക്കും. ഞാൻ പൊതുവേ വാർത്തയൊക്കെ ഇങ്ങനെ മൊബൈലിൽ കാണാതെ വായിച്ച് മനസ്സിലാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ടി വിയിൽ കാണുകയില്ല. അപ്പോൾ ടി വിയിൽ നേരിട്ട് കാണാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കും. ഒന്നില്ലെങ്കിൽ പത്രമായിട്ട് വായിക്കും, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് മൊബൈലിൽ കിട്ടുമല്ലോ, ആപ്പുണ്ടല്ലോ. അപ്പം എല്ലാ ആപ്പും ഉണ്ട്. അപ്പോൾ ആ ആപ്പ് കൂടെ ലേറ്റസ്റ്റ് വാർത്തകൾ വായിക്കും. അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത്, എന്തായാലും ഇവിടം വരെ വന്നല്ലോ, അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. കാരണം നല്ല കാറ്റായിരുന്നു. പിന്നെ ഒരുപാട് ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, പത്രമൊക്കെ വായിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ വീടിൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് കാണിക്കാം. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു.
അങ്ങനെ അവിടുത്തെ കാഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നിങ്ങളെല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് കാണണേ. ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇപ്പം ഒരു 2000 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ 60 പേര് 70 പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കാണുന്ന നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് മസ്റ്റാണ്. അപ്പം ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. കാരണം നമ്മൾ ചെയ്യുന്നൊരു വർക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് ലൈക്കിലൂടെയാണ് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം 2000 പേര് അല്ലെങ്കിൽ 2500 പേര് അല്ലെങ്കിൽ 3000 പേരൊക്കെ കാണുമ്പോൾ അതിൽ ലൈക്ക് ചെയ്യുന്നത് 60, 50, 40, 30 പേരൊക്കെയാണ്. അപ്പം മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 1K ലൈക്കെങ്കിലും തരിക, ഒരു 1000 ലൈക്കെങ്കിലും നിങ്ങൾ എനിക്ക് തരിക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കൊരു മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഉണ്ടാവും. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഓരോ ദിവസവും വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും അന്നത്തെ വിശേഷങ്ങൾ ഒരേ സമയത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പ്രയാസം എത്ര ഉണ്ടെന്ന് അത് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ സ്നേഹം ലൈക്കിലൂടെയും കമൻറ്റിലൂടെ അറിയിക്കാം, പ്രത്യേകിച്ച് ലൈക്കിലൂടെ. കാരണം ലൈക്ക് വളരെ കുറവാണ്. കാണുന്ന എല്ലാവരും 1000 പേര് കാണുവാണെങ്കിൽ 1000 പേരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, തുടക്കക്കാരായിട്ടുള്ള 3 വർഷവും 4 വർഷമൊക്കെ ആയിട്ട് ക്ലിക്കാവാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരെല്ലാം സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ എന്നെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ എന്തൊരു ബ്യൂട്ടിയാണ് ഈ ഒരു കുഞ്ഞു റോഡും സൈഡിൽ ഒരുപാട് മരങ്ങളും. പത്തനംതിട്ട ഒരു പ്രത്യേകതയാണ്, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഇഷ്ടംപോലെ എന്താ പറയുക, ചെറിയ ചെറിയ റോഡുകളാണ് പല സ്ഥലത്തും. നമ്മുടെ പണ്ടത്തെ ഗ്രാമമൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ, പഴയ നാടോടിക്കാറ്റിൽ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനത്തെയുള്ള ഒരുപാട് കടകളൊക്കെ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല സ്ഥലത്തും ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് വികസനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം മോഡേൺ ഇതായി. പക്ഷേ പത്തനംതിട്ടയിൽ അങ്ങനെയല്ല. പത്തനംതിട്ടയിൽ ഇപ്പോഴും വന്ന് നാടോടിക്കാറ്റ് ഷൂട്ട് ചെയ്ത സമയത്തുള്ള അത്തരത്തിലുള്ള കടകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. മാത്രമല്ല ഭയങ്കര ബ്യൂട്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര ബ്യൂട്ടിയാണ്. ചുമ്മാ ഇങ്ങനെ കാറിലിരുന്ന് യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എവിടെ നോക്കിയാലും പച്ചപ്പ്, എവിടെ നോക്കിയാലും കുറേ പൂക്കൾ, കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾ, ഭയങ്കര സന്തോഷമാണ് ഇവിടെ കാണുമ്പോൾ തന്നെ. ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനൊരു സ്ഥലത്ത് വരുമെന്നോ, ഇങ്ങനൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വരുമെന്നോ. ഇങ്ങനെയൊക്കെ ലൈഫിൽ ഒരു മറ്റുള്ള ആൾക്കാരെ പോലെ അല്ലാതെ എൻ്റെ ലൈഫ് ഒരു സിനിമ സ്റ്റോറി പോലെ ആവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ കിടക്കുന്നൊരു സ്ഥലം, വാർത്തയിലും റേഡിയോയിലും ഒക്കെ മാത്രം കേട്ടിട്ടുള്ള എനിക്ക് ഇപ്പം ഞാനിവിടെ വന്ന് താമസിക്കുന്നു. എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും, എന്തൊക്കെയാണ് നടന്നത്, ഇപ്പോൾ എവിടെയായിരിക്കുന്നതെന്നൊക്കെ. അപ്പം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാലും അതുപോലെ പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ല നമ്മുടെ ആകാശവാണി വാർത്തകളിൽ നിന്ന് അതിൽ ഇങ്ങനെ പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ വരും. അങ്ങനെ കേട്ടിട്ടല്ലാതെ ഈ ഒരു സ്ഥലം നേരിട്ട് കാണുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ എൻ്റെ നാട് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഇവിടെ അല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിൽ സഞ്ചരിക്കാത്ത ഒരാളാണ്. പിന്നെ പുറത്ത് പോയെന്ന് പറയാൻ ദുബായിൽ പോയിട്ടുണ്ട്, വേറെ എവിടെയും പോയിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും അറിയുകയും ചെയ്യും. അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ലവ് യു, ടാറ്റാ, ബൈ ബൈ.